കറിവേപ്പില അഥവാ കറി ലീവ്സ്, അതിൻ്റെ ഗുണങ്ങൾ ശരിക്കും നിങ്ങൾ അറിഞ്ഞാൽ ഇതുപോലെ ചമ്മന്തിപ്പൊടി നിങ്ങളും ഉണ്ടാക്കും. മുടിയുടെ ആരോഗ്യത്തിനും ഡൈജഷനും അതുപോലെ വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻസുമുള്ള കറിവേപ്പില ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇഡലിക്കും ദോശയ്ക്കും ചോറിനും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്ന ഡ്രൈ ചട്നി പൗഡർ തയ്യാറാക്കാനായി ആദ്യം കറിവേപ്പില കഴുകി ഡ്രൈ ആക്കി നേരത്തെ വെക്കുക. ഒരു വലിയ പാനിൽ മീഡിയം ഫ്ലെയിമിൽ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളമയമുണ്ടെങ്കിൽ ഇല ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നേരത്തെ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി വെക്കണം. ഇനിയും ഇത് കുറച്ചൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമ്മൾ ഇലയൊന്ന് പൊടിച്ച് നോക്കണം. പൊടിച്ച് നോക്കുമ്പോൾ ഇല ഇങ്ങനെ ഒടിയാൻ തുടങ്ങും. അതാണ് പരുവം. അപ്പോഴത്തേക്കിത് മറ്റൊരു പാത്രത്തിലേക്കിത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കുക. സെയിം പാനിൽ 1/4 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ കൂടരുത്. അതിലേക്ക് 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്, 1/2 കപ്പ് കടലപ്പരിപ്പ് അതിട്ട് മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുക. കൂടെ എരിവിനാവശ്യമായ വറ്റൽമുളകും കൂടെ ചേർക്കുക. കുറച്ച് നേരം റോസ്റ്റായി കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് കൂടെ ചേർക്കുക. അതും കൂടി ഇട്ട് റോസ്റ്റാക്കുക. കുരുമുളക് താല്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി അതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ എള്ള് കൂടി ചേർക്കുന്നുണ്ട്. എള്ളും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഞാൻ ചേർക്കുന്നുണ്ട്, വാളൻ പുളി. അതും കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. വാളൻ പുളി അധികമാകരുത്. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് കായപ്പൊടിയും ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർക്കുക. ഫ്ലെയിം ഓഫാക്കിയാലും വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ കായപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനിയും ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ പൊടിച്ചെടുത്ത ഈ പൗഡർ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഒത്തിരി പൗഡർ പോലെ പൊടിയേണ്ട ആവശ്യമില്ല. ചെറിയ തരിതരിപ്പൂടെ പൊടിച്ചെടുത്താൽ മതി. ദോശയ്ക്കും ചോറിനും സൈഡ് ഡിഷായ ഈ ആരോഗ്യപ്രദമായ ചട്നി പൗഡർ തയ്യാറായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നത് വരെ